ഏതായാലും BJP-യുടെ പ്രചാരണം നോക്കൂ, അവസാന ദിവസം അതാ നോക്കൂ, ഗോപാലകൃഷ്ണനെ കാണാം അഡ്വക്കേറ്റ് വി ഗോപാലകൃഷ്ണൻ അടക്കം. ഇതാണ് പുതിയ കാലത്തിനൊപ്പം മാറിക്കൊണ്ടിരിക്കുന്ന പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് BJP ആണ്. മാഡം ഒരു അസൂയയുടെ ആണെങ്കിൽ സമ്മതിച്ചേ പറ്റൂ. ഒന്നും പറയാനില്ല. ഈ തെരഞ്ഞെടുപ്പ് അധിക ചെലവാണ് എന്ന് പറഞ്ഞ് മാറുന്നവരാണ് ഇപ്പോൾ ഈ ആവശ്യം. അതെ നിങ്ങൾ മത്സരിക്കൂ, നിങ്ങൾ നിൽക്കൂ എന്ന് BDJസിനോട് പറയുന്നു. BDJസിന് ആരും കിട്ടാനില്ല. അങ്ങനെ ഒരു മോഹൻ ജോർജിനെ കിട്ടിയിരിക്കുന്നു. അതുവഴി ക്രിസ്ത്യൻ വോട്ട് നേടാനാകുമോ? ഈ പറയുന്ന UDF-ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ വോട്ടിൽ ഒരു വിള്ളൽ സൃഷ്ടിക്കാൻ മോഹൻ ജോർജിനാകുമോ? കുറച്ച് സമയം DJ ആസ്വദിച്ചാലോ? ഉറപ്പായിട്ടും. BJP-ന്റെ ഹൈലൈറ്റ് ഗോപാലകൃഷ്ണന്റെ ഡാൻസറുണ്ട്. പക്ഷെ ജനപങ്കാളിത്തം കുറവുള്ളത് നമുക്ക് ഈ പിന്നെ ഹെലികോപ്റ്റർ കാണുന്ന സമയത്ത് അല്ല, ഇപ്പോൾ 2:15 ഇത് പല ഭാഗത്തുനിന്നും വന്നിട്ട് സംഗമിക്കും. ആ സംഗമ സ്ഥാനത്തെ ആൾക്കൂട്ടാണ് അവസാന കണക്ഷത്തിന്റെ. അന്നക്കിളി അർജുൻ കല്യാണാണെന്ന് തോന്നുന്നു. അർജുൻ കല്യാൺ ലജ്ജാവതിയൊക്കെ എത്തിയതേ ഉള്ളോ? ഫോർ ദ പീപ്പിളിൽ നിൽക്കുന്നേ ഉള്ളോ ഇപ്പോഴും നിങ്ങളുടെ പാർട്ടി? അർജുൻ കല്യാണം കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും വലിയ ആവേശമാണ് നിലമ്പൂരിൽ കാണാവുന്നത്. അർജുൻ കല്യാണം എന്ന് പറഞ്ഞത് മാത്രമേ ഇവിടെ കേട്ടിട്ടുള്ളൂ, ചോദ്യം എന്താണെന്ന് കേട്ടിട്ടില്ല. എന്തായാലും ഇടതുപക്ഷത്തിന്റെ ക്യാമ്പിൽ വലിയ ആവേശമുണ്ട്. ഇവിടെ ഒരു വെറൈറ്റി ചാറ്റുണ്ട്. മുട്ടയിൽ അരിവാൾ ചുറ്റിക പ്രിന്റ് ചെയ്ത് പുറകിൽ M സ്വരാജിനെ പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരു വെറൈറ്റി ചാറ്റ്. എന്താ ജയിക്കോ സ്വരാജ്? സ്വരാജ് ജയിക്കോ? 23-ാം തീയതി വിപ്ലവ സൂര്യൻ വരും. ഒരു സംശയം. എന്താ ഇങ്ങനെ ഒരു വെറൈറ്റി സാധനം കൊണ്ടുവരാം? മുട്ടയിൽ അരിവാൾ ചുറ്റിക അത് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. മുട്ടയിൽ അരിവാൾ ചുറ്റിക എന്തുകൊണ്ടാണ് എഴുതിയത്? അത് ഫാബ്രിക് പെയിന്റ്. മുട്ടയിൽ ഫാബ്രിക് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു LDF പ്രവർത്തകരാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പുറകിൽ, അതായത് പുറത്ത് M സ്വരാജിന്റെ ചിഹ്നങ്ങൾ എഴുതിയിട്ടുള്ള അരുണിനോട് പ്രത്യേക ഓക്കെ. എന്തായാലും വലിയ ആവേശത്തിലാണ് ഇടത് ക്യാമ്പുള്ളത്. എന്നിട്ട് വിജയപ്രതീക്ഷ തന്നെയാണല്ലേ? തീർച്ചയായിട്ടും. എത്ര വോട്ടിന് വിജയിക്കും? കുറഞ്ഞ ഒരു 1000-10,000 വോട്ടിനോട് വിജയിക്കും. 1000-10,000 വോട്ടേ ഉള്ളൂ. വിജയ സാധ്യത വിജയിച്ച് കഴിഞ്ഞിട്ട് സുജി, എന്തായാലും LDF ക്യാമ്പ് വലിയ ആവേശത്തിലാണ്. വിജയത്തിൽ കുറഞ്ഞതൊന്നും LDF പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ ആവേശം കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഒരു മൂന്നാം ഇടതുപക്ഷ ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള തുടക്കമാവും ഈ നിലമ്പൂരിലെ വിജയം എന്നുള്ളതാണ് LDF ക്യാമ്പ് ആദ്യം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ ഒരു തുടക്കമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. സംസ്ഥാനത്തിന്റെ പല മേഖലയിൽ നിന്നുമുള്ള LDF പ്രവർത്തകർ ഇവിടത്തേക്കുണ്ട്. നിലമ്പൂരിലെ വോട്ടർമാർ മാത്രമല്ല, തിരഞ്ഞെടുപ്പിന് വേണ്ടി, പ്രചരണത്തിന് വേണ്ടി, പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള നേതാക്കൾ മുതൽ പ്രവർത്തകർ, അങ്ങനെ പല മേഖലയിൽ നിന്ന് എത്തിയിട്ടുള്ള പ്രവർത്തകർ. ഇടതുപക്ഷത്തിന്റെ ബ്രഹ്മാസ്ത്രമാണ് അവർ പ്രയോഗിച്ചിരിക്കുന്നത്. ആ ബ്രഹ്മാസ്ത്രം കൃത്യമായി ചെന്ന് തറയ്ക്കുമോ UDF കോട്ടകളിൽ എന്നതാണ് അറിയേണ്ടത്. ഇടതുപക്ഷത്തിന്റെ ബ്രഹ്മാസ്ത്രം എന്നാണ് M സ്വരാജിനെ നമ്മുടെ കമന്റ് ബോക്സിലും അണികളും അനുഭാവികളും ഒക്കെ വന്ന് M സ്വരാജിന് വേണ്ടി കുറെ ഹൃദയ ചിഹ്നങ്ങളൊക്കെ വാരി വിതറുന്നുണ്ട്. എന്തായാലും ഇതുവരെ നമ്മൾ കണ്ടതിൽ M സ്വരാജിന് വേണ്ടിയാണ് തലയിലും മുട്ടയടിച്ച് തലയിലും ഒപ്പം ഹൃദയഭാഗത്തുമൊക്കെ അരിവാൾ ചുറ്റിക കുത്തിവെച്ചിട്ടുണ്ട്. എത്ര ജനങ്ങൾ ഈ നിലമ്പൂരിലെ വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടർമാർ ഇതേ രീതിയിൽ അതേ ചിഹ്നത്തിൽ അമർത്തും. മൂന്നാമത്തെ ചിഹ്നമാണ് പോളിംഗ് ബാലറ്റിൽ, മൂന്നാമത്തെ ചിഹ്നമാണ് അരിവാൾ ചുറ്റിക നക്ഷത്രം. ഈ ബ്രഹ്മാസ്ത്രം ഉണ്ടായിരിക്കുമല്ലോ ഏറ്റവും അവസാനം വരെ കാത്തുവെച്ചിട്ട് അവസാന മണിക്കൂർ. അല്ല, ബ്രഹ്മാസ്ത്രം ഇറക്കാൻ OLX-ൽ ചോദിച്ചിട്ടല്ലേ, ചോദിച്ചു വാങ്ങിയിട്ട് ഏത് അസ്ത്രം ഇറക്കുന്നത് കൊണ്ടുപോകാന്ന് പറഞ്ഞു. മാഡത്തിന് മിണ്ടാട്ടമില്ല. അല്ല, ഞാൻ മിണ്ടാട്ടമൊന്നുമില്ല. ഞാൻ അൻവറിന്റെ നീക്കം എന്ത് എന്ന് നിരീക്ഷിക്കുകയായിരുന്നു CPM. അതിനുശേഷം ആ പേര് പ്രഖ്യാപിക്കുമ്പോൾ പാർട്ടിക്ക് കൊടുക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ CPM കൊടുത്തു എന്നുള്ളതാണ്.